എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം ഉത്തരാർത്ഥം അധ്യായം 65 ശ്ലോകം 21, 22, 23, 24, 25, 26, 27, 28, 29, 30, 31, 32 12 ശ്ലോകങ്ങൾ ഇന്ന് നമുക്ക് നോക്കാം. ഈ 12 ശ്ലോകങ്ങളോട് കൂടിയിട്ട് ഈ 65-ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുകയാണ്. ബലഭദ്രസ്വാമിയുടെ ലീലകളാണ് ഈ അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. ഓം നമോ ഭഗവതേ വാസുദേവായ കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനേ പ്രണതക്ലേശനാശായ ഗോവിന്ദായ ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 21. ഉപഗീയമാനചരിതോ വനിതാഭിർഹലായുധ വനേഷു വ്യതരക്ഷീഭോ മദവിഹ്വലലോചന. അങ്ങനെ ആ കുസുമാസോ വൃക്ഷകോടരത്ത് നിന്ന് വീണ എന്ന് പറഞ്ഞല്ലോ, അതിങ്ങനെ കഴിച്ചു മുഖത്ത് അത് കുറച്ച് ചെറിയൊരു ലഹരിയൊക്കെ വന്നിട്ട് കണ്ണുകളിങ്ങനെ അലസങ്ങളായിട്ട് ഇങ്ങനെ ഉറക്കം തൂങ്ങിയ മാതിരി അങ്ങനെ ഒരു തരം ഭാവത്തിലിരുന്നു. അലസങ്ങളായിട്ട് ബലരാമസ്വാമിയുടെ തുടുത്ത് ഇങ്ങനെ ഇരിക്കണ്ടായിരുന്നു. സ്ത്രീകളൊക്കെ ആണെങ്കിലോ ഭഗവാന്റെ കൂടെയുള്ള ക്രീഡ വളരെ ഇഷ്ടപ്പെട്ടു. അപ്പോ അവരെല്ലാവരും ബലരാമസ്വാമിയെ പറ്റിയിട്ട് ഓരോരോ ചരിത്രങ്ങൾ, ഭഗവാന്റെ ചരിത്രങ്ങളൊക്കെ ഇങ്ങനെ കീർത്തനായിട്ട് ആലപിക്കാൻ തുടങ്ങി. ഇങ്ങനെ അത്യുത്സാഹത്തോടെ ബലരാമൻ കാടുകളിൽ 4 ഭാഗത്ത് യമുനയുടെ തീരത്തിൽ അതെങ്ങനെ സഞ്ചരിച്ച് അതെല്ലാം ആസ്വദിച്ചുകൊണ്ട് നടന്നു. സൃഗ്വേകകുണ്ടലോ മത്തോ വൈജയന്ത്യാചമാലയ വിപ്രൽ സ്മിതമുഖാംഭോജം ശ്വേതപ്രാലേയ ഭൂഷിതം. കഴുത്തിലും തലയിലൊക്കെ അനേക മാലകൾ ഇങ്ങനെ ധരിച്ചിട്ടുണ്ട്. ആ മാലകളെ കൂടാതെ മുട്ടുവരെ ഇഴഞ്ഞു കിടക്കുന്ന വൈജയന്തി എന്നു പേരായ മാല ധരിച്ചിട്ടുണ്ട്. ആ വൈജയന്തി മാല എല്ലാ മാലകളും പലതരം പൂക്കളുകള് കൊറുത്ത മാല അതാണ്. ഭഗവാനും ശ്രീകൃഷ്ണനും വൈജയന്തി മാല ഇടാറുണ്ടല്ലോ അല്ലെ. അങ്ങനെ അലങ്കരിക്കപ്പെട്ട ആ ബലരാമസ്വാമിയുടെ മുഖത്തില് അങ്ങനെ വിയർപ്പുകൾ പൊടിഞ്ഞിട്ടുണ്ട്. അത് കാണുമ്പോ താമരദളത്തിൽ പറ്റിയിരിക്കുന്ന മഞ്ഞുതുള്ളികൾ പോലെ ആണ് അങ്ങനെ തോന്നും. ഇത്ര മനോഹരമായിട്ടുള്ള അലങ്കാരമാണ് അത് മുഖത്തിന് ചാർത്തിയതെന്ന്. വിയർപ്പു തുള്ളികള് താമരയില് പറ്റിയിരിക്കുന്ന മഞ്ഞുതുള്ളിക്ക് എന്തൊരു ഭംഗിയല്ലേ. അതുപോലെ സുന്ദരമായിരുന്നു അദ്ദേഹത്തിന്റെ മുഖം. അങ്ങനെ അതിസുന്ദരനായിട്ട് വളരെ രസകരമായിട്ട് വളരെ ആസ്വദിച്ച് ബലരാമൻ ആ കാടുകളിൽ കൂടി സഞ്ചരിച്ചു ഈ സ്ത്രീകളോടൊപ്പം. അപ്പോഴാണ് യമുനാ നദിയെ കണ്ടു. അപ്പൊ ജലക്രീഡയ്ക്ക് വേണ്ടിയിട്ട് യമുനാ നദിയെ അടുത്തേക്ക് വിളിക്കുക. ഇങ്ങനെ ഈ ആസവം കഴിച്ചിങ്ങനെ ഒത്തിരി ഒരു മത്തനായിട്ട് ഇരിക്കുകയല്ലേ ബലരാമസ്വാമി. സ ആജുഹാവ യമുനാം ജലക്രീഡാർത്ഥമീശ്വര നിജം വാക്യമനാദൃത്യ മത്ത ഇത്യാപകാം ബല അനാഗതാം ഹലാഗ്രേണ കുപിതോ വിചകർഷഃ. ഇങ്ങനെ വനക്രീഡ ചെയ്തു രസിച്ചുകൊണ്ട് നടക്കുന്ന മഹാപ്രഭുവായ ബലരാമൻ സമീപത്തുകൂടി ഒഴുകുന്ന യമുനാ നദിയെ ജലക്രീഡയ്ക്ക് വേണ്ടി അരികത്ത് വരണം എന്നുള്ള ആഗ്രഹത്തോടെ വിളിച്ചു. ആ യമുന ഞങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു, വാ പറഞ്ഞിട്ട്. അപ്പൊ യമുനയ്ക്ക് ദേഷ്യം വന്നു. ആദ്യം കുടിച്ചിങ്ങനെ മത്തനായിട്ടിരിക്കണം. അതൊന്നും ഞാനൊന്നും പോവാൻ പാടില്ല. ബഹുമാനിച്ചില്ല യമുനാ നദി. അത് യമുനാ നദി തന്നെ ആദരിച്ചില്ല എന്ന് കണ്ടപ്പോ ദേഷ്യം വന്നു. ബലരാമസ്വാമി തന്റെ ഹലായുധം കൊണ്ട് ബലാത്കാരേണ സമീപത്തേക്ക് അങ്ങോട്ട് ആകർഷിച്ചു. തോളിലിരിക്കുന്ന ഹലത്തെ എടുത്ത് നീട്ടി യമുനയിൽ നിന്ന് ഒരു ചാല് തന്റെ സമീപം വരെ ഉണ്ടാക്കി. അതങ്ങോട്ട് അങ്ങനെ അടുത്തേക്ക് അങ്ങോട്ട് വലിച്ച് എടുത്തു യമുനാ നദിയെ. എന്നിട്ട് ദേഷ്യപ്പെട്ടിട്ട് പറഞ്ഞു, പാപേത്വം മാമവജ്ഞായ എന്നായാസിമയാഹുതാ നേഷ്യേത്വം ലാംഗലാഗ്രേണ ശതഥാ കാമചാരിണി. ഹേ പാപിഷ്ഠേ, ഞാൻ വിളിച്ചിട്ടും കൂടി എന്നെ നീ അപമാനിച്ചു. എന്നെ അപമാനിച്ചുകൊണ്ട് നീ വരാതിരിക്കണം. ഇഷ്ടം പോലെ സഞ്ചരിക്കുന്ന നിന്നെ ദാ ഈ ഹലക്കരിയുടെ അഗ്രം കൊണ്ട് ഛിന്ന ഭിന്നമാക്കി തീർക്കും ഞാൻ എന്ന് പറഞ്ഞു. ദേഷ്യം വന്നപ്പോഴേക്ക് പേടിച്ചു യമുനാ നദി. ഏവം നിൽപർസിതാ ഭീത യമുനായതു നന്ദനം
ഉവാച ചകിതാ വാചം പതിതാ പാതയോർ നൃപ. ഇങ്ങനെ ബലരാമൻ ചെയ്ത ശകാരം കേട്ട് ഭയപ്പെട്ടു വിറച്ച യമുനാ നദി തന്റെ ദിവ്യരൂപം ധരിച്ച് ഒരു മനുഷ്യ സ്ത്രീയായിട്ട് ദിവ്യരൂപത്തിൽ അങ്ങോട്ട് ഭഗവാന്റെ അടുത്ത് അങ്ങോട്ട് വന്ന് ഭഗവാന്റെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു: രാമ രാമ മഹാബാഹോ ന ജാനേ തവ വിക്രമം യസ്യേകാംശേന വിധൃത ജഗദീ ജഗതപതേ. ഹേ മഹാപരാക്രമശാലി, ഹേ രാമ രാമ മഹാപരാക്രമശാലി, അങ്ങയുടെ പരാക്രമത്തിന് ഞാൻ ഇത്ര മനസ്സിലാക്കിയില്ല. ആദിശേഷമൂർത്തിയായിരിക്കുന്ന അവിടുന്ന് ഏകാംശത്തിൽ ഒറ്റയ്ക്ക് ഈ ലോകത്തെ മുഴുവൻ ധരിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ അത് അത്ര മനസ്സിലാക്കിയില്ല. ഭഗവാനെ ക്ഷമിക്കണേ എന്ന് പറഞ്ഞു യമുനാ നദി. പരം ഭാവം ഭഗവതോ ഭഗവൻ മാം അജാനതി മോക്തുമർഹസി വിശ്വാത്മൻ പ്രപന്നാം തവത്സല. ഹേ ഭക്തവത്സല, ഹേ വിശ്വാത്മൻ, ഹേ ഭഗവൻ, അങ്ങയുടെ അപ്രാകൃതമായ വൈഭവത്തെ അറിയാൻ ശക്തിയില്ലാത്തവളും നിന്തിരുവടിയെ ശരണം പ്രാപിച്ചവളുമായ എന്നെ അങ്ങ് വിട്ടയക്കണേ, ക്ഷമിക്കണേ. വേഗം വിട്ടയച്ചു യമുന. തതോ വ്യമുഞ്ചൽ യമുനാം യാചിതോ ഭഗവാൻ ബല വിജഗാഘജലം സ്ത്രീഭി കരേണുഭി ഇവരാ. ഇങ്ങനെ പ്രാർത്ഥിച്ചത് കേട്ട ഭഗവാൻ ബലരാമൻ യമുനയെ വിട്ടയച്ചു. പിന്നെയും സ്ത്രീകളോടുകൂടി ചേർന്ന് പിടിയാനകളോടുകൂടി ചേർന്ന മത്തഗജം എന്ന പോലെ ജലക്രീഡയ്ക്കായിട്ട് യമുനാജലത്തിൽ ഇറങ്ങി. കാമം വിഹൃത്യ സലിലാത് ഉത്തീർണായാസിതാംബരേ ഭൂഷണാനി മഹാർഹാണി ദദൗ കാന്തി ശുഭം സൃജം. അങ്ങനെ ധാരാളം സമയം ഇഷ്ടം പോലെ ജലക്രീഡ ചെയ്തു. മേൽപോട്ട് കയറുവെന്ന ആ ബലരാമന്റെ മുമ്പാകെ മഹാലക്ഷ്മി പ്രത്യക്ഷയായി. എന്നിട്ടോ 2 നീല വസ്ത്രങ്ങള്, പിന്നെ ഏറ്റവും വില പിടിച്ച ആഭരണങ്ങള്, ശോഭനമായ ഒരു മാല, ഇതെല്ലാം ബലരാമന് സമ്മാനിച്ചു മഹാലക്ഷ്മി. വസിത്വാ വാസസി നീലേ മാലാമാമുച്യ കാഞ്ചനിം രേജേ സ്വലംകൃതോ ലിപ്തോ മാഹേന്ദ്രൈവ വാരണ. ഉടനെ സന്തോഷമായി ബലരാമൻ സ്വാമിക്ക്. ഒരു നീലവസ്ത്രം എടുത്ത് അങ്ങോട്ട് ഉടുത്തു, മറ്റേ നീലവസ്ത്രം ഉത്തരീയമായിട്ട് അങ്ങോട്ട് ധരിച്ചു. ആഭരണങ്ങള് അതാത് അവയവങ്ങളൊക്കെ അലങ്കരിച്ച് മാലകളൊക്കെ അങ്ങോട്ട് കഴുത്തിലിട്ട് അണിഞ്ഞു. അങ്ങനെ അതിസുന്ദര രൂപത്തില് സർവാലങ്കാരഭൂഷിതനായ ബലരാമൻ ഇന്ദ്രന്റെ വാഹനമായ ഐരാവതം എന്ന പോലെ വിളങ്ങി. നല്ല വെളുത്ത നിറാണ് ബലരാമസ്വാമിക്ക്. അപ്പൊ ആ നീല വസ്ത്രങ്ങൾ ധരിക്കും ഒന്നും കൂടി അങ്ങനെ തുടുത്തിരിക്കും ആ നിറം. അങ്ങനെ അപ്പൊ അതുകൊണ്ടാ പറയണേ ഇന്ദ്രന്റെ വാഹനമായിട്ടുള്ള ഐരാവതം. അത് വെളുത്തിട്ടല്ല, ഇന്ദ്രന്റെ വാഹനം ഐരാവതം നല്ല തൂവെള്ള നിറാണ്. അതുപോലെ തന്നെ നിറാണ് ബലരാമസ്വാമിക്ക്. നല്ല അതിസുന്ദരനായി തീർന്നു. ഇപ്പോഴും വൃന്ദാവനത്തിൽ പോയാൽ കാണാം ആ യമുനാ നദി ഇങ്ങനെ ചെരിഞ്ഞ് ഭഗവാൻ വലിച്ച ആ സ്ഥലം ഇതാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങള് കാണുണ്ടായി ആ സ്ഥലം. അദ്യാപി ദൃശ്യതേ രാജൻ യമുനാകൃഷ്ടവൽപന ബലസ്യ അനന്തവീര്യസ്യ വീര്യം സൂചയതീവഹി. അമിത പരാക്രമകാരിയായ ബലരാമന്റെ വീര്യത്തെ സൂചിപ്പിക്കാനോ എന്ന് തോന്നുമാറ് ഹേ രാജാവേ, യമുനാ നദി ഇന്നും ബലരാമൻ ആകർഷിച്ച വഴിയിൽ കൂടി ഇങ്ങനെ വളഞ്ഞൊഴുകുന്നത് കാണാവുന്നതാണ്. ഏവം സർവാ നിശായാതാ ഏകേവരമദോ വ്രജേ രാമസ്യാക്ഷിപ്തചിത്തസ്യ മാധുര്യേ വ്രജയോഷിത. ഇങ്ങനെ ആ വ്രജത്തിലെ ഗോപികളോട് ചേർന്ന് അവരെ രമിപ്പിച്ചു കൊണ്ടിരുന്ന ബലരാമന്റെ മാനസം ആ സ്ത്രീകളുടെ മാധുര്യഭാവങ്ങളാൽ ആകർഷിക്കപ്പെട്ടതുകൊണ്ട് അവിടെ താമസിച്ച കാലത്തെ എല്ലാ രാത്രികളും കൂടി ഒരു രാത്രി കഴിഞ്ഞ പോലെ മാത്രമേ തോന്നിയുള്ളൂ. 2 മാസത്തോളം താമസിച്ചു, എന്നിട്ടും ഇത്ര വേഗം കഴിഞ്ഞു പോയോ? അതിസന്തോഷ നിമിത്തം അവിടെ
അധിക നാള് താമസിച്ചതായിട്ട് അദ്ദേഹത്തിന് തോന്നിയില്ല. ഒരു ദിവസം കഴിഞ്ഞു എന്നേ തോന്നിയുള്ളൂ എന്നാ പറയുന്നത്. അത്ര അധികം സുഖത്തിലാണ് ബലരാമസ്വാമി ആ ഗോകുലത്തില് കഴിച്ചുകൂട്ടിയത് എന്ന് പറയുന്നു. ഇത് ശ്രീമൽ ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യാം സംഹിതായാം ദശമസ്കന്ധേ ഉത്തരാർത്ഥേ ബലദേവ വിജയേ യമുനാകർഷണം നാമ പഞ്ചഷഷ്ടിതമോധ്യായ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. സംഘർഷണമൂർത്തേ ശരണം. ഈ 65-ാമത്തെ അധ്യായം സംഘർഷണമൂർത്തിയുടെ ശ്രീപാദങ്ങളില് സമർപ്പിക്കണം. കായേന വാചാ മനസേന്ദ്രിയർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സർവം ശ്രീകൃഷ്ണാർപ്പണമസ്തു.